രാധേ, നമ്മുടെ പാഠം തുടങ്ങുന്നത് കുലശേഖര ആഴ്വാറിന്റെ കവിതയോടെയാണല്ലോ. ദൈവത്തോട് തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്ന ഈ ഭാവത്തെ എന്താണ് വിളിക്കുന്നത്? അതാണ് ഭക്തി. ഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉടലെടുത്ത ആശയങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് ഭക്തിപ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. മധ്യകാല ഇന്ത്യയിലെ യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതിവ്യവസ്ഥയും സമൂഹത്തിൽ വലിയ വിവേചനം സൃഷ്ടിച്ചിരുന്നു. ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടാൻ പ്രധാന കാരണമെന്തായിരുന്നു? സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് ഭക്തിപ്രസ്ഥാനം തുല്യതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകി. ജാതിഭേദമില്ലാതെ എല്ലാവരെയും ഇത് ഒരുമിപ്പിച്ചു. ഭക്തിപ്രസ്ഥാനം തമിഴ്നാട്ടിൽ 7ാം നൂറ്റാണ്ടോടുകൂടി ഭക്തിപ്രസ്ഥാനം വളർച്ച പ്രാപിച്ചപ്പോൾ വിഷ്ണുവിന്റെ ഭക്തരാരായിരുന്നു? ശിവഭക്തരാരായിരുന്നു? വിഷ്ണുവിനെ ആരാധിച്ചവരാണ് ആൾവാഴ്സ്. ശിവഭക്തർ അറിയപ്പെട്ടത് നായനാർമാർ എന്ന പേരിലാണ്. നമ്മുടെ കുലശേഖര ആഴ്വാർ ഈ ഭക്തകവികളിൽ ഒരാളായിരുന്നു. ഭക്തിപ്രസ്ഥാനം കേവലം ആരാധനയിലൊതുങ്ങിയില്ല, അതിന് ശക്തമായ ദാർശനിക അടിത്തറ നൽകിയവരുമുണ്ടല്ലോ. അവരിൽ പ്രധാനിയാണ് ആദിശങ്കരൻ. അദ്ദേഹം മുന്നോട്ടുവച്ച സിദ്ധാന്തമേതാണ്? ആദിശങ്കരൻ അവതരിപ്പിച്ചത് അദ്വൈതം എന്ന ദർശനമാണ്. ആത്മാവും ബ്രഹ്മവും ഒന്നാണ് എന്നും ബ്രഹ്മം മാത്രമേ സത്യമായുള്ളൂ, മറ്റെല്ലാം മിഥ്യയാണ് എന്നും അദ്ദേഹം പഠിപ്പിച്ചു. അദ്വൈത ദർശനത്തിൽ നിന്നും വ്യത്യസ്തമായി രാമാനുജൻ അവതരിപ്പിച്ച ദർശനമേതാണ്? രാമാനുജൻ അവതരിപ്പിച്ച ദർശനമാണ് വിശിഷ്ടാദ്വൈതം. ആത്മാവും ബ്രഹ്മവും ഒരു ഘട്ടം വരെ വ്യത്യസ്തമാണെങ്കിലും മോക്ഷം ലഭിക്കുമ്പോൾ അവ ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ഭക്തിപ്രസ്ഥാനം പോലെ തന്നെ ഇസ്ലാമിക ഭക്തിയെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട പ്രസ്ഥാനമാണല്ലോ സൂഫി പ്രസ്ഥാനം. അവരുടെ പ്രധാന തത്വങ്ങളെന്തായിരുന്നു? ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവുമായിരുന്നു സൂഫികളുടെ അടിസ്ഥാന തത്വം. ലളിത ജീവിതം നയിക്കുക, കർമ്മബന്ധങ്ങൾ ഉപേക്ഷിക്കുക, ഭക്തിക്ക് പ്രാധാന്യം നൽകുക എന്നിവയായിരുന്നു അവരുടെ രീതി. അവർ സംഗീതത്തിനും നൃത്തത്തിനും, ഉദാഹരണത്തിന് ഖവ്വാലി, വലിയ പ്രാധാന്യം നൽകിയിരുന്നു. സൂഫി സന്യാസിമാർ താമസിച്ചിരുന്ന ആശ്രമങ്ങളെ എന്താണ് വിളിച്ചിരുന്നത്? അവയെ ഖാൻഖാകൾ എന്ന് വിളിച്ചിരുന്നു. ഈ ഖാൻഖാകളിൽ മതഭേദമന്യേ ആളുകൾ എത്തിച്ചേരുകയും സൂഫി സന്യാസിമാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഭക്തിപ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ടല്ലോ. ഇവ രണ്ടും നമ്മുടെ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകൾ ഇല്ലാതെ ജനങ്ങളെ ഒന്നിപ്പിച്ചു. ഭക്തിയും സ്നേഹവും അടിസ്ഥാനമാക്കി അവർ രാജ്യത്ത് മതസൗഹാർദ്ദം വളർത്തി. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക പ്രശ്നങ്ങളെ ഈ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് സാംസ്കാരികപരമായി നേരിട്ടതെന്ന് ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായും അടുത്ത പാഠഭാഗം നമുക്ക് ഉടൻ തന്നെ തുടങ്ങാം.